ഹലോ വ്യൂവേഴ്സ്. ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നേ. അങ്ങനെ രാവിലെ ചോറൊക്കെ വെച്ച് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സമയം റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ ഇന്നലെ നെല്ലിമൂട് മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കിന് 1.5 കിലോ മാങ്ങ 100 രൂപയുള്ളായിരുന്നേ. അങ്ങനെ മാങ്ങയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വൻപയറും മത്തങ്ങയും കൂടെ ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇവിടെ പച്ചക്കറി കിറ്റ് വാങ്ങുമ്പോഴത്തേനും ഈ മത്തങ്ങയൊക്കെ ഏറെ കിട്ടുമല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് ആമി വന്നത്. ആമി ഉറക്കച്ചടവിലാണ് കേട്ടോ. രാവിലെ ഉറക്കം എണീറ്റ് അപ്പാടെ വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ആമി ബിസ്ക്കറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ കുറേ നേരമൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നേ. ഇവരെല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കിനും ഒരു രസമാണല്ലോ. വീക്കെൻഡ് ആയതുകൊണ്ട് ചേച്ചിയുടെ കുട്ടികൾ വന്നിട്ടുണ്ട്, ചേച്ചിയും ചേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് പിള്ളേരെ തമ്മിൽ കാണുമ്പോഴാണല്ലോ ഭയങ്കര കമ്പനിയാകുന്നത്. അങ്ങനെ ആമി പോയി. അപ്പോഴത്തേനും നമ്മളിവിടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഇന്ന് ക്യാരറ്റ് തോരൻ വെക്കാമെന്ന് വെച്ചേ. അങ്ങനെ ക്യാരറ്റ് തോരൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ മെനു ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാം അരിഞ്ഞ് പെറുക്കിയൊക്കെ വെച്ച്, അതാകുമ്പോൾ പെട്ടെന്ന് പണി തീർക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേർ ഇവിടെ ഈ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതായത് ഇവർ മഴ നനയും, വെള്ളത്തിൽ കളിക്കുന്ന എന്ത് ജോലി പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ചെയ്യുവേ. അപ്പോൾ വാട്ടർ ബലൂൺ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ അതുവഴിയൊക്കെ പൊട്ടിച്ചിടുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരം അവരതൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചെറിയ മഴയ്ക്കുള്ളൊരു കോളുണ്ട്, ചെറുതായിട്ടൊന്ന് മൂടിയൊക്കെ നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്കാണ് ഇവിടെ മഴ പെയ്യുന്നത്. അങ്ങനെ നമ്മൾ മത്തിയും കൂടെ വറുക്കാമെന്ന് വെച്ചു. മത്തിക്കകത്തുനിന്ന് ഇപ്പോൾ വലിയ മത്തി കിട്ടുമ്പോഴത്തേനും നിറയെ മുട്ട കിട്ടില്ല, അപ്പോൾ മുട്ടയും കൂടെ നമ്മൾ വറുക്കുവേ. അങ്ങനെ നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി നമ്മുടെ അടുക്കള പണികൾ ഏകദേശം കഴിഞ്ഞപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിച്ചതിന് ശേഷം ചേച്ചിയും ചേട്ടനും കൂടെ ബാലരാമപുരത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും പപ്സ് വാങ്ങിക്കൊണ്ട് വന്നത്. നല്ല ചൂട് പപ്സും ലൈമും ആയിരുന്നേ. ലൈം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഇന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് വെച്ചേ. അപ്പോൾ പോണ വഴിക്ക് അവിടെ ഒരു അമ്പലക്കുളമുണ്ട് ക്ഷേത്രത്തിനടുത്തായിട്ട്. അപ്പം നിറയെ പൂക്കളുണ്ട്, പക്ഷെ ഒന്നും പറിക്കാൻ പറ്റത്തില്ല, കാര്യം നല്ല ആഴത്തിലാണ് ഈ ഒരു കുളമുള്ളത്. കുറേ സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നേ. അവിടെ രാവിലെ ഒരു മുരിങ്ങ വെട്ടിയായിരുന്നു. അപ്പോൾ മുരിങ്ങയില എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പോയത്. അവിടെ ഇങ്ങനത്തെ കുറേ പൂച്ചക്കുട്ടികളുണ്ട്, അതായത് ഒരേ കളറിൽ തന്നെ ഒരുപാട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് അച്ചപ്പമൊക്കെ കിട്ടി. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നേ. പിന്നെ അവിടുന്ന് 1-2 ചെടിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അവരെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അതായത് പേര് പറയാനായിട്ട് അറിയത്തില്ല. കുറേ ഇങ്ങനത്തെ ഇതുണ്ട്. ഈ വലിയ മുരിങ്ങയാണ് രാവിലെ വെട്ടിയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ പാഷൻ ഫ്രൂട്ടൊക്കെ കയറി കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പാഷൻ ഫ്രൂട്ടും രാവിലെ ഇവർ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ 2 മുരിങ്ങക്കമ്പും കുറച്ച് മുരിങ്ങയിലയും പിന്നെ അവിടുന്ന് കുറച്ച് നാടൻ മാങ്ങയൊക്കെ കിട്ടിയേ. അതൊക്കെ ആയിട്ട് നമ്മൾ പതുക്കെ അവിടുന്ന് പുറപ്പെട്ടു. പിന്നെ കുറച്ച് ചെത്തിയുടെ കമ്പും കൂടെ മേടിച്ച്. അവിടെ 2 ചെത്തി നിപ്പുണ്ട്, അത് നിറയെ പൂത്ത് നിൽക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ഈ പൂത്തത്തിൽ നിന്നല്ല വേറെ ഒരു ചെത്തിയിൽ നിന്ന് നമ്മൾ കുറച്ച് കമ്പും കൂടെ മേടിച്ച് അങ്ങനെ വീട്ടിൽ വന്നിട്ട് പതുക്കെ നമ്മൾ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയേ. മണ്ണൊക്കെ ഞാൻ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഈ കർപ്പൂരം ചെടി കുറേ നിൽപ്പുണ്ടായിരുന്നേ, നിറയെ മുട്ടൊക്കെ ആയിട്ട്. അങ്ങനെ അതിന് 3 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡനിൽ പോയത് ശരിക്കും മണ്ണും കുറച്ച് ചെടിച്ചട്ടിയും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് ഈ ചെടികളൊക്കെ കാണുമ്പോഴത്തേന് നമ്മുടെ ഫോക്കസ് ശരിക്കും മാറിപ്പോവേ. ഇതാണെങ്കിൽ പാതിരാമുല്ലയാണ്. അതായത് നമ്മുടെ ഇടുക്കിയിൽ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. അതായത് ചുമ്മാ പറമ്പിൽ കിളുത്ത് വരുന്ന സാധനം. അവിടെ ഇതിൻ്റെ വില കണ്ട് 70,000 രൂപയെ. അങ്ങനെ കുറേ നേരം ഞാനും ചേച്ചിയും കൂടെ അതൊക്കെ പറഞ്ഞ് ഇന്ന് വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടൊന്ന് നട്ട് വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ അവിടെ സെറാമിക് പോട്ട്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് ശരിക്കും നോക്കുകയാണെങ്കിൽ നല്ല അഫോർഡബിൾ ആണ്. അതായത് ഇത് വാങ്ങാൻ അങ്ങനെ ഇഷ്ടത്തിന് വാങ്ങിച്ച് നല്ല എസ്തെറ്റിക്കൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. 100 രൂപ തൊട്ടിട്ട് മാക്സിമം പ്രൈസ് വരെയുള്ള സെറാമിക് പോട്ട്സ് ഇവിടെയുണ്ട്. ഞാൻ ഇപ്രാവശ്യം സെറാമിക് ഒന്നും വാങ്ങിയില്ല, എല്ലാത്തിനും ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ അത് പ്ലാൻ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. വെറുതെ ഓടിക്കൊണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേമാതിരി നല്ല പ്ലാന്റ്സ് ഒക്കെ കിട്ടിയെങ്കിൽ അതിനകത്ത് വെക്കുമ്പോൾ ആ ഭംഗി വരത്തുള്ളേ. അപ്പോൾ ഞാൻ അല്ലാത്ത കുറച്ച് പോട്ട്സൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സെറാമിക്കിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഹാങ്ങിങ് ആയിട്ടും വലിയ വലിയ പോട്ട്സ് ഉണ്ട്, ചുമ്മാ നമുക്കിവിടെ വെക്കാൻ പറ്റുന്നത് ഒരുപാട് ഡിസൈനിലുള്ളതുണ്ട്. ഈ പറഞ്ഞാൽ 100 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വന്ന് നമ്മുടെ ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ റെസിൻ ചെയ്യുന്ന റൂമാണ്, അതുകൊണ്ട് തന്നെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ജനലും വാതിലൊക്കെ തുറന്നിട്ട് നമ്മൾ പതുക്കെ ആ പണിയിലേക്ക് കിടന്ന് അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ കൊക്കോപ്പീറ്റിൻ്റെ 2 ബ്ലോക്കായിരുന്നു കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും ഇങ്ങനെ പൊലിച്ച് വരത്തില്ല, അതാണ്. അങ്ങനെ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്.
മണ്ണിവിടെ നമുക്കെല്ലാം ഈ ഇൻ്റർലോക്കും അതേപോലെ തന്നെ ചരലൊക്കെ ഇട്ടേക്കുന്നുണ്ട്, മണ്ണെടുക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേന് കുന്തിരിക്കം പുകയ്ക്കുകയാണ്. പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ച് പതുക്കെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു ഇടുക്കിയിൽ നിന്ന്. അപ്പോൾ അറിയാമല്ലോ, പേരൻറ്റ്സ് വരുമ്പോഴത്തേനും നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊണ്ടുവരില്ല, കുറേ പലഹാരമൊക്കെ കൊണ്ടുവന്ന്. ഇപ്രാവശ്യം സർപ്രൈസായിട്ട് അമ്മ വന്നപ്പോഴത്തേനും ഒരുപാട് റോസാ ചെടികളും കൊണ്ടുവന്നേ. പുതിയ വീട് വെച്ചതല്ലേ, അപ്പോൾ ഞാൻ എല്ലാ ചെടികളും ഇവിടെ പൈസ കൊടുത്തല്ലേ മേടിക്കണം. അങ്ങനെ വീട്ടിൽ നിന്ന് കുറേ ചെടികളും കൊണ്ടുവന്ന്, പിന്നെ അവിടുത്തെ ഗാർഡനിൽ നിന്ന് മേടിച്ച് റോസാപ്പൂ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നാളെ ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് നട്ട് വയ്ക്കണം, അതാണ് മെയിൻ പണി. ഈ ചെടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ബട്ടർഫ്ലൈ പ്ലാന്റ് കൊണ്ടുവന്നു, പിന്നെ കുറച്ച് ഹാങ്ങിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് പാഷൻ ഫ്രൂട്ടാണ്, ഇതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം.